പവിത്രം സീരിയലിന്റെ 20ാമത്തെ എപ്പിസോഡാണ്. തരുൺ വീട്ടിനകത്ത് എന്തോ തെരഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു കബോർഡിന്ന് രാധികയുടെ ഫോട്ടോ കിട്ടും. അതെങ്ങനെ നോക്കി അവിടെ പഴയ ഓർമ്മയിലേക്ക് പോവാട്ടോ. പിന്നെ കാണിക്കുന്നത് വേദയും മോളും റൂമിൽ എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോ അമ്മ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, മോളെ, കുട്ടികൾക്കുള്ള കഥയുടെ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ സ്വന്തം മനസ്സിൽ കുറിച്ച കഥ എടുത്ത് കൊടുക്കണമെന്നില്ല, വേറൊന്നുമല്ല. എന്നെങ്കിലും ഒരിക്കലേ താൻ കേട്ടത് കഥകൾ മാത്രമായിരുന്നില്ലെന്നേ അവൾക്ക് തോന്നില്ലേ? വേദ ചിരിച്ചിട്ട് പറയും, അതാ, എന്നെങ്കിലും അവളെ അറിഞ്ഞല്ലേ പറ്റൂ അമ്മേ. അത് കേൾക്കുമ്പോ സേതുലക്ഷ്മി അമ്മ അവിടുന്ന് പോട്ടോ. ഗൗരിമോള് പറയും, അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അപ്പോ ഗൗരിമോള് വയ്ക്കും, അമ്മയെ അച്ഛനും ഡവേഴ്സ് ആണോ? അതെന്തേ? അപ്പൊ ഗൗരി പറയും, എന്റെ ക്ലാസ്സിലെ ഭവേഷ് അവന്റെ അമ്മയുടെ കൂടെ കിടക്കുക, അച്ഛൻ വേറെ റൂമിലും. അതിന് കാരണമായിട്ട് അവൻ പറഞ്ഞത് അവര് ഡവേഴ്സ് ആവാൻ പോവാന്ന് അവര് പറഞ്ഞത്. നിങ്ങൾ ഡവേഴ്സാ? ഞാൻ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും ചോദിച്ചു, എല്ലാരും അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടക്കുക, ഞാനും ഭവിഷും മാത്രം അമ്മയുടെ കൂടെയാ. അമ്മ ഡവേഴ്സാ? അത് കേൾക്കുമ്പോ വേദ ചിരിക്കും. വാ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ മടിയിൽ ഇരുത്ത. മോളുടെ അമ്മേ ഡവേഴ്സ് അല്ല, പോരെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാട്ടോ. ശേഷം പിന്നീട് തരുൺ ഇപ്പോഴും ആ ഫോട്ടോയിൽ നോക്കി നിൽക്കുമ്പോ സേതുമ്മ ചായ ആയിട്ട് വരാട്ടോ. സേതുമ്മനെ കാണുമ്പോ ഫോട്ടോ വേഗം ഫയലിന്റെ സൈഡിലേക്കാക്കി മാറ്റി വെക്കും. അമ്മ ചായ എടുക്കുമ്പോ അത് വാങ്ങിക്കും. ഇപ്പൊ എന്തേ ഇതൊക്കെ എടുത്ത് നോക്കാൻ? തരുൺ പറയും, മറന്നു എന്ന് അഭിനയിക്കാന്നല്ലാതെ ഓർമ്മകളൊന്നും ആയില്ലല്ലോ അമ്മേ. അമ്മ പറയും, മോനെ, ഗൗരി ഒരു പ്രായം എത്തുന്നവരെ അവൾ അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ രാധികയുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചത്. തരുൺ പറയും, അതിപ്പോ കൂടുതൽ പ്രശ്നമായോന്നുള്ളൊരു തോന്നല എനിക്ക്. അമ്മ ശ്രദ്ധിക്കാറില്ലേ, ഗൗരിക്ക് വേദയോടുള്ള ഇതിനേക്കാളും അറ്റാച്ച്മെന്റാ വേദയ്ക്ക് അവളോട്. കുറച്ചു നാളത്തേക്ക് കുഞ്ഞിനെ നോക്കാൻ വന്ന ആളായാലും ശരിക്കും അമ്മ തന്നെയായിട്ടാ അവള് ഗൗരിയോട് പെരുമാറുന്നത്. അമ്മ പറയും, ആയിക്കോട്ടെ, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിക്ക് സന്തോഷം കിട്ടുന്നില്ലേ? അതുപോരെ? തരുൺ ചോദിക്കും, അത് മാത്രം മതിയോ അമ്മേ? ഞാൻ അച്ഛനും വേദ അമ്മയാണെന്നാ അവളുടെ വിശ്വാസം. അതിനെ എന്നാ തിരുത്താ? ചിലപ്പോ ചില കാര്യങ്ങൾ തിരുത്തേണ്ടി വരില്ലായിരിക്കും അല്ലമ്മേ? അമ്മയ്ക്കും എന്ന് വെച്ചാ? തരുൺ പറയും, ലോകം പോകെ പോകെ എല്ലാം ശരിയാവായിരിക്കും. അത് പറഞ്ഞേ തരുൺ നടന്ന് പോകുമ്പോ അമ്മയ്ക്ക് എന്താന്ന് വ്യക്തമായില്ല കേട്ടോ. അതിനുശേഷം പിന്നീട് കോടതിയിൽ വിക്രമിന്റെ കേസ് വിളിച്ചിരിക്കുകയാണ്. ചന്ദ്രശേഖരൻ മർഡർ കേസ്. വിക്രം സുധാകരൻ. വിക്രം അവിടെ വന്നിരിക്കുമ്പോ കോടതി തന്നെ ചോദിക്കും, എന്താ ശങ്കരൻ നാരായണൻ സാറേ, ഇങ്ങനൊരു നീക്കം അപൂർവമാണല്ലോ. 2 പ്രാവശ്യം തള്ളിയ കേസ് വീണ്ടും റീഓപ്പൺ ആവുകയാണല്ലോ. ശങ്കരൻ പറയും, കേസിന്റെ മെറിറ്റ് ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടുണ്ടാവണം. ഷാൾ ഐ പ്രൊസീഡ്? ഓഫ് കോഴ്സ്. കോടതിക്ക് തെളിവ് കൊടുക്കാട്ടോ. ശ്രീകാന്ത് ടെൻഷനോടെ നിൽക്കുന്നേ. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സാക്ഷിയെ ക്രോസ് ചെയ്യാൻ അനുവദിക്കണം. അപ്പൊ തന്നെ ദർശനെ ഒബ്ജക്ഷൻ പറയും. മുമ്പ് ക്രോസ് വിസ്താരണം നടത്തിയതാണേ. അപ്പോഴേക്കും കോടതി പറയും, അതറിഞ്ഞിട്ടാണല്ലോ ഹൈക്കോടതി റീഓപ്പൺ ചെയ്തത്. ദർശൻ അവിടെ ഇരിക്കും. അങ്ങനെ ജോബിനെ വിളിക്കും. ശങ്കരൻ പറയും, മുമ്പൊരിക്കൽ ജോബിയെ കുറിച്ച് പ്രോസിക്യൂഷൻ പറഞ്ഞത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്നാണ്. അതേ പാവങ്ങളിൽ നിന്നും, അതായത് പട്ടിണി പാവങ്ങളിൽ നിന്നും 10 കോടിയോളം രൂപ തട്ടിയെടുത്തതിന്റെ പേരില് ഇയാളും ഇയാളുടെ അച്ഛനും സെൻട്രൽ ജയിലില് റിമാൻഡിലാണ്. ഇത് കേൾക്കുമ്പോ ദർശനൊന്നും ഞെട്ടുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ പറയും, ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ കോടതി മുഖവരക്കെടുത്ത ദൃക്സാക്ഷി അയാളുടെ വിശ്വസ്തതയും ഇന്റൻസിറ്റി ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ദർശൻ അപ്പൊ തന്നെ ഒബ്ജക്ഷൻ പറയും, ഒരു കേസിലെ സാക്ഷി മറ്റൊരു കേസിലെ പ്രതി ആവണമെന്നില്ലല്ലോ. അത് കണക്കാക്കി സാക്ഷിയുടെ വിശ്വാസതയെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. ശങ്കരൻ പറയും, യെസ്, അതേ മാനദണ്ഡ ഞാനും മുന്നോട്ട് വെക്കുന്നത്. ഒരാൾ മുമ്പ് ചില കേസിൽ പ്രതിയായെന്ന് കരുതി അയാൾ ഒരു പ്രത്യേക കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ കോടതി ചോദിക്കും, ഇതിൽ ഓപ്ഷന്റെ കാര്യം ഇല്ല ദർശൻ വക്കീലെ, യു പ്രൊസീഡ്. ശങ്കരൻ പറയും, യെസ്. വിക്രം വെടിവെക്കുന്നത് ജോബി കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ കണ്ടതാണ്. ശങ്കരൻ ചോദിക്കും, ആ രംഗം ഒന്ന് വിശദീകരിക്കോ? അധിക കാലം ആയില്ലല്ലോ. അത് അടിപിടിക്കടെ വിക്രം തോക്കെടുത്ത് വെടിവെക്കായിരുന്നോ? ശങ്കരൻ ചോദിക്കും, ഓ അങ്ങനെയാണോ? ഓ, എങ്ങനെയാണ് വിക്രവും വേദയും അങ്ങോട്ട് എത്തിയതെന്ന് ജോബി ഒന്ന് വിശദീകരിക്കോ? അത് വണ്ടിയിൽ വരായിരുന്നോ? ശങ്കരൻ ചോദിക്കും, ഓ, അത് പിടിച്ചെട്ടിക്കൊണ്ടിരാണോ അതോ? ജോബി പറയും, അങ്ങനെ പിടിച്ചു വലിച്ച് ബലമായി കൊണ്ടുവന്നതല്ല, കാര്യങ്ങൾ സംസാരിക്കാൻ കൊണ്ടുവന്നതാ. ആര്? അപ്പോ ജോബി പറയും, മരിച്ച ചന്ദ്രശേഖരൻ സാറും ശ്രീകാന്ത് സാറും അവരോടൊപ്പം ജോബിയും അല്ലേ? അപ്പൊ ജോബി പറയും, അതെ. വേറെ ഗുണ്ടകൾ ഉണ്ടായിരുന്നോ? ജോബി പറയും, ഡ്രൈവറും വേറൊരു സഹായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാറേ. എന്നാ സംസാരിക്കാൻ എന്തിനാ അങ്ങനെ ഒരു വിജനമായ സ്ഥലം കണ്ടെടുത്തത്? അതിലൊരു അസ്വാഭാവികതയില്ലേ? ജോബി ഒന്നും മിണ്ടുന്നില്ല. ശങ്കരൻ പറയും, യുവർ ഓണർ, വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിലെ സേതു എന്ന് പറയുന്ന ഒരാൾ കൊടുത്ത മൊഴി പ്രകാരം കണ്ണീർ മലയിലേക്ക് പോയ വിക്രമിനെയും വേദയും അന്വേഷിച്ചു പോകവേ വഴിയിൽ വെച്ച് അവരെ ആക്രമിക്കുന്നത് കണ്ടുന്നാ ആ മൊഴി കോടതി രേഖകളിലുണ്ട്. പക്ഷെ ജോബി പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ലെന്നാണ്. ദർശൻ ഒബ്ജക്ഷൻ പറയും, അവര് തമ്മില് അടി നടന്നു എന്ന് തന്നെയാ ജോബിയുടെ മൊഴിയിലുള്ളത്. പ്രതിഭാഗം വക്കീലെ സാക്ഷിയെ വെറുതെ വളച്ചൊടിക്കുകയാണ്. അപ്പൊ ശങ്കരൻ പറയും, ഞാൻ ചോദ്യം കൃത്യമാക്കാം. വിക്രമിനെയും വേദയും അനിയൻകുട്ടനെയും മരത്തിൽ കെട്ടിയിട്ട് തല്ലുന്നത് ജോബി കണ്ടിട്ടുണ്ടോ ഇല്ലയോ? വിക്രത്തിന്റെ മൊഴിയില് അവരെ ക്രൂരമായി മർദ്ദിക്കുകയും വേദയെ കൊണ്ട് പേപ്പേഴ്സിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ്. എനിക്ക് ഓർമ്മയില്ല എന്ന് ജോബി പറയും. ശങ്കരൻ ചോദിക്കും, വിക്രം തോക്കെടുത്തത് എവിടുന്നായിരുന്നു? ജോബി പറയും, അത് പോക്കറ്റിൽ നിന്നായിരുന്നു. ഉറപ്പാണോ? ജോബി പറയും,
അടിക്കടെ വിക്രം തോക്കെടുത്ത് വെടിവെക്കായിരുന്നു. ആദ്യം വെടിവെച്ചത് ആ ചെറുക്കന് കൊണ്ടു. അപ്പൊ തന്നെ ചന്ദ്രശേഖരൻ സാറും ശ്രീകാന്ത് സാറും ഓടി. വിക്രം പുറകെ ചെന്ന് അവരെ വെടിവെച്ചു. അത് ഞാൻ കണ്ടതാണ്. അപ്പൊ ജോബി എവിടെയായിരുന്നു? സാർ, സത്യത്തിൽ ഞാൻ പേടിച്ച് ഒരു മരത്തിന്റെ പിറകിൽ ഒളിച്ചിരിക്കായിരുന്നു. ശങ്കരൻ പറയും, ഇറോണ ജോബി ഇപ്പൊ പറഞ്ഞതിൽ ഇത് മാത്രമാണ് സത്യം. ജോബി മരത്തിന് പിറകിൽ ഒളിച്ചിരിക്കായിരുന്നു. പക്ഷേ ആ മരത്തിന് മുകളിൽ മറ്റൊരു കണ്ണുണ്ടായത് ജോബി അപ്പൊ ശ്രദ്ധിച്ചില്ല. യുവർ ഓണർ, ഭവന തട്ടിപ്പ് കേസിൽ ജോബിയുടെ വീടും ഓഫീസും എല്ലാം പോലീസ് റെയ്ഡ് ചെയ്തു. അവർ കൊണ്ടുപോയ വസ്തുക്കളുടെ കൂട്ടത്തിൽ മറ്റൊന്നുകൂടെ ഉണ്ടായിരുന്നു. ജോബി അലക്ഷ്യമായി സൂക്ഷിച്ച ഒരു സർവേലൻസ് ക്യാമറ. അത് ജോബിയുടെ ക്യാമറ ആയിരുന്നില്ല. 5 വർഷം മുമ്പ് വനവകുപ്പിന് നഷ്ടപ്പെട്ട, അതെ, കണ്ണീർ വനവകുപ്പിന് നഷ്ടപ്പെട്ട അവരുടെ സർവേലൻസ് ക്യാമറ. ശ്രീകാന്ത് അപ്പൊ തന്നെ എന്ന് പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് വിക്രമിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ക്യാമറയിൽ താങ്കളും എല്ലാവരും കുടുങ്ങിയിട്ടുണ്ടെന്ന് ശ്രീകാന്തും സംഘവും അറിഞ്ഞത്. അത് സെൻട്രൽ കണക്ടിവിറ്റി ഇല്ലാത്ത റെക്കോർഡ് ചെയ്യുന്ന വിഷ്വൽസ് 1 മാസത്തോളം വരെ ആ ചിപ്പിനുള്ളിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ക്യാമറ ആയിരുന്നു. അത് അവിടെ നിന്ന് അവരെ ഇളക്കി മാറ്റി. അത് നശിപ്പിച്ചു കളയാൻ ജോബി അത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഈ വിഷ്വൽസ് ശ്രീകാന്തിനെതിരെ ഉപയോഗിക്കാന്ന് ഇയാൾ വിശ്വസിച്ചു കാണും. ഇയാളൊരു ഹാബിച്വൽ ക്രിമിനലാണ്. ഇടുക്കിയിൽ വെച്ച് തൊഴിലാളികളുടെ വേതനം തട്ടിയെടുത്തതിന് കമ്പനി ഇയാളെ പുറത്താക്കിയതാ. അത് കണ്ടെത്തിയത് വേദയാണെന്നുള്ളത് കൊണ്ടാ ഇയാൾക്ക് വേദയോടും വിക്രത്തോടുമുള്ള ശത്രുത. അതുകൊണ്ടാണ് ഇയാൾ വിക്രമിനെ കൊടുക്കാൻ ശ്രീകാന്തിനോടും ചന്ദ്രശേഖരനോടും ഒപ്പം കൂടിയത്. 10 കോടിയോളം രൂപയിൽ തട്ടിപ്പ് നടത്തി ഇപ്പൊ റിമാൻഡിൽ കഴിയുന്ന ഇയാളുടെ ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളയണം. ദർശൻ ആകെ ഞെട്ടു. വനവകുപ്പിന്റെ ക്യാമറ ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഡേറ്റ് ഉണ്ട്. അതടക്കം കോടതിക്ക് കാണാൻ പറ്റും. ചന്ദ്രശേഖരൻ തോക്കരയിൽ നടക്കുന്നതും അടിക്കിടെ അത് തെറിച്ചു പോകുന്നതും വീണ്ടും അതെടുത്ത് വെടിവെക്കുന്നതും അതിൽ കാണാൻ സാധിക്കും. ശ്രീകാന്തും വിക്രമും തമ്മിലുള്ള സംഘർഷത്തിനിടെ തോക്കുന്നു വരുന്ന വെടിയുണ്ട കൊണ്ട് ചന്ദ്രശേഖരൻ നിലം പതിക്കുന്നതും അതിൽ വ്യക്തമാണ്. ഇവരിൽ നിന്നേറ്റ കൊടിയ പീഡനങ്ങൾക്ക് ശേഷം സ്വയം രക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടയിലെ എതിരാളികളുടെ കൂടെ സമ്മർദ്ദം കൊണ്ട് പൊട്ടിപ്പോയ പുറത്തുപോയ വെടിയുണ്ട ഏറ്റ് ചന്ദ്രശേഖരൻ മരിച്ചതിന് ഇയാളെ ഈ രീതിയിൽ ശിക്ഷിച്ചത് ശരിയായില്ല യുവറാണ്. ദർശൻ ഒബ്ജക്ഷൻ പറയുമ്പോൾ കോടതി ഒബ്ജക്ഷൻ ഓവർ റൂൾ. ഇത് കേൾക്കുമ്പോൾ ദർശൻ തലതാഴ്ത്തിയിരിക്കും. യുവറാണർ, പിന്നെ ഇനി തോക്ക് ആരുടെ ആയിരുന്നു എന്നുള്ള ചോദ്യമാണ്. ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുക്കളയിൽ വരെ കയറാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന കൊടും ചതിയൻ പുളിക്കൽ നിർഭാഗ്യവശം അയാള് ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ വർഷം ലൈസൻസ് പുതുക്കാനായി ശ്രദ്ധിച്ചപ്പോഴാണ് തന്റെ തോക്ക് കാണാതായെന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ മനസ്സിലാക്കുകയും അത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ കോപ്പിയോടെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. പുളിക്കന്റെയും വരുണിന്റെയും കൂടെ കൊലപാതകം ഒരു പുതിയ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കോടതി ഉത്തരവിടണമെന്നും വിക്രത്തെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ ഉത്തരവുണ്ടാവണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ദർശന ആകെ പൊട്ടി പൊളിഞ്ഞിട്ടോ. ശങ്കരൻ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ബ്രേക്കാട്ടോ. അതില് വിക്രം പുറത്തിറങ്ങുമ്പോ ശങ്കരൻ അടുത്ത് വന്നിട്ട് പറയും, ഇപ്രാവശ്യം നമ്മുടെ കേസിലെ വിധി നമുക്കൊപ്പമായിരിക്കും സാർ എന്ന് കൂടെയുള്ള പോലീസ് വിളിക്കുമ്പോ ശങ്കരൻ പറയും, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലടോ ഇപ്പൊ തന്നെ, ജീപ്പ് വരെ ഞാനുണ്ട്. പിന്നെ വിക്രം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാൻ വരുന്നില്ലെന്നേ ഉള്ളൂ, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. വിക്രം പറയും, എന്നെ അങ്ങനെ ആരും കാണാൻ വരാൻ ഞാൻ അനുവദിക്കാറില്ല. അച്ഛനോട് പോലും വരണ്ടെന്നാ പറയാറ്. ഇനിയിപ്പോ ഒരു പ്രതീക്ഷയുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടെ അറിയണം എന്നുണ്ട്. അച്ഛൻ അന്വേഷിക്കാതിരിക്കില്ലെന്നറിയാം. എങ്കിലും എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കാം, വേദ എവിടെയുണ്ട്? ജയിൽവാസം തുടങ്ങിയതിനു ശേഷം ഞാൻ പുറത്തിറങ്ങുന്നത് വരെ അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരിക്കണം എന്നാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നാളുകൾ കഴിയുന്തോറും ഒരു തവണ പോലും അവൾ എന്നെ കാണാൻ വരാത്തത് എന്തായിരുന്നു എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. ചിലപ്പോൾ എനിക്ക് തോന്നും അവൾ വരാത്തത് നന്നായിന്ന്. എത്ര രഹസ്യമായി വന്നു പോയാലും അത് പുറത്തറിയും. അത് അവളെ തന്നെ ബാധിക്കും. ചിലപ്പോൾ കരുതും അവൾ ഇതെല്ലാം വിട്ടെറിഞ്ഞ് മറ്റൊരു ജീവിതം ജീവിക്കായിരിക്കും. അച്ഛൻ എന്ത് തോന്നുന്നു? ഞാൻ പുറത്തിറങ്ങുമ്പോ എന്നെ കാത്തു നിൽക്കാൻ വേദയും കൂടെ ഉണ്ടാവുമോ? ശങ്കരൻ പറയും, ഒരിക്കൽ റീഅപ്ലൈ ചെയ്ത് പരാജയപ്പെട്ടപ്പോ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സുകൊണ്ടൊരു ജീവപര്യന്തം അനുഭവിക്കാൻ തയ്യാറെടുത്തു എന്ന്. എന്നിട്ട് അത് സംഭവിച്ചോ? ഇല്ലല്ലോ. എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സത്യം നമുക്ക് വേണ്ടി പുറത്തു വന്നില്ലേ? വേദയുടെ കാര്യത്തിലും അത് അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അപ്പോഴേക്കും വാ എന്ന് പറഞ്ഞ പോലീസുകാർ വിളിക്കുമ്പോൾ ശങ്കരൻ പറയും, ഇനി ഇവരെ ബുദ്ധിമുട്ടിക്കണ്ട ചില്ലേ. അപ്പൊ അച്ഛൻ വേദയെ കണ്ടിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും വാ പോവാം എന്ന് പറഞ്ഞ പോലീസ് വിളിക്കാട്ടോ. അയാളൊന്നും പറയുന്നില്ല കേട്ടോ. വിക്രം പറയും, ഞാൻ ഇറങ്ങുന്ന കാര്യം വേദയൊന്നും അറിയിക്കാൻ പറ്റുമോ? ശങ്കരന്റെ മൗനം മാത്രം. ശരിയെന്നാ എന്ന് പറഞ്ഞ് വിക്രം പോവാണ്. ഇത് ശ്രീകാന്ത് ഇങ്ങനെ നോക്കാട്ടോ. ഹലോ എന്ന് വിളിച്ച് ശങ്കരന്റെ അടുത്തേക്ക് ചെല്ലും. ഈ ഒരു ക്യാമറ എടുത്തോണ്ട് വന്ന് ഞങ്ങളെയൊക്കെ അകത്താക്കാന്നാണോ വിചാരം? ഞാൻ ശ്രമിക്കുന്നത് ഒരാളെ പുറത്തു കൊണ്ടുവരാനാ. അതിനുശേഷം കോടതി വീണ്ടും അന്വേഷണം വെച്ച ആരൊക്കെ അകത്തു പോകുന്ന എനിക്കറിയില്ല. അത് അപ്പൊ കാണാം. ഓ, അപ്പൊ മരുമകനെ പുറത്തിറക്കി മകളെ കണ്ടെത്തി ഒരുമിപ്പിക്കാനായിരിക്കും ഒരുക്കല്ലേ? ശങ്കരൻ പറയും, എന്നായാലും ഒന്നിക്കേണ്ടവർ ഒന്നിച്ചല്ലേ പറ്റൂ.
ഇനി നിങ്ങളത് സ്വപ്നം കാണണ്ട, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് സമ്മതിക്കില്ല. ശങ്കരൻ പറയും, ജീവപര്യന്തം വിധിച്ച വിക്രമിന്റെ വിധി കണ്ടില്ലേ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയാൾ പുറത്തു വരുന്ന ഉറപ്പായില്ലേ. എല്ലാ കാര്യവും അത്രേ ഉള്ളൂ ശ്രീകാന്ത്, നടക്കാനുള്ളത് നടക്കും, അത് ഉദയാണെങ്കിലും അസ്തമയാണെങ്കിലും. ശ്രീകാന്ത് പറയും, ഹോ അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കളിക്കായിരുന്നല്ലേ. ശങ്കരൻ ചിരിക്കുമ്പോ ശ്രീകാന്ത് പറയും, ഹോ അപ്പൊ എനിക്ക് വിധിച്ചിട്ടുള്ളത് ഇന്റർനിങ് പീരീഡിൽ പറഞ്ഞ ആ ടൈം പീരീഡ് മാത്രം, അതിനുള്ളിൽ അവനെയും പുറത്തിറക്കി മകളെയും കൂട്ടിമുട്ടിച്ച് അവർക്കൊരു കുഞ്ഞൂടെ ജനിച്ച എല്ലാം അവർക്ക് കൊടുത്ത് ഞാൻ മാറി നിൽക്കണം അല്ലെ. പെർഫെക്റ്റ് പ്ലാൻ. അപ്പോ ശങ്കരൻ പറയും, കുറച്ചു കാലത്തേക്ക് നിന്റെ ശല്യം ഒഴിവാക്കാൻ വേറെ വഴിയില്ലായിരുന്നോ. ശ്രീകാന്ത് പറയും, കൈവശം വെച്ചതെല്ലാം ഞാൻ വിട്ടുതരുന്ന കരുതിയോ. ശങ്കരൻ പറയും, നീ വിട്ട് കളയണമെന്ന് ആര് പറഞ്ഞു ശ്രീകാന്തെ, അത് അവകാശപ്പെട്ടവർ വന്ന് ഏറ്റെടുത്തോളൂ, അതിനിവിടെ നിയമത്തിന്റേതായ വഴികളുണ്ട്. ശ്രീകാന്ത് പറയും, ഓഹോ അപ്പൊ അവള് തിരിച്ചെത്തുന്നു ജീവിതം തുടങ്ങുന്നു മുൻകൂട്ടി അറിഞ്ഞിട്ടാ നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തതല്ലേ. ശങ്കരൻ പൊട്ടിച്ചിരിക്കും. ശ്രീകാന്ത് പറയും, ഈ ചിരി നിങ്ങളുടെ മുഖത്ത് മുമ്പുണ്ടായിരുന്നില്ല, ഇനി കുറെ കാലത്തേക്ക് ഇത് മായ്ച്ചു കളയാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല, അതിനെനിക്ക് നിയമത്തിന്റെ വഴി ആവശ്യമില്ല. മകളെ തിരിച്ചെത്തിച്ച് പേരക്കുട്ടിക്ക് അവകാശം വാങ്ങിക്കൊടുക്കാനുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിലേ അച്ഛനെന്നുള്ളത് ഞാനങ്ങ് മറക്കും. ശങ്കരൻ പറയും, മകന്റെ സ്ഥാനത്ത് നിന്ന് എത്രയോ കാലം മുന്നേ ഞാൻ പടിയിറക്കി വിട്ടു കഴിഞ്ഞു. എനിക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അല്പം മുമ്പ് ജീപ്പിൽ കയറിപ്പോയ അവനാണ് എന്റെ മകൻ വിക്രം. പിന്നെ നീ പറഞ്ഞ പ്ലാൻ ശരിയാണ്, എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എന്റെ മകന്റെയും വേദയുടെയും കൂടെ അവരുടെ കുഞ്ഞിന്റെ മുത്തശ്ശനായി കുറച്ചു കാലം ജീവിക്കണം. ഇത്രയും കാലം അവരനുഭവിച്ച വേദനകൾക്കും ദുരന്തങ്ങൾക്കും അന്ത്യം ഉണ്ടാവണം. സന്തോഷത്തോടെ ജീവിക്കുന്ന ആ കാലത്ത് എന്റെ പേരക്കുട്ടിക്ക് എനിക്കൊരു കഥ പറഞ്ഞു കൊടുക്കണം. ഏതെങ്കിലും ഒരു കാലത്ത് അവള് ജനിക്കുമെന്ന് കരുതി അതില് പേടിച്ച് അവളുടെ അച്ഛനെ അമ്മയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട, എല്ലാം നശിച്ച് തോറ്റ് അമ്പിപ്പോയ, ചെയ്ത തെറ്റുകൾക്കെല്ലാം എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വന്ന അവളുടെ അമ്മാവന്റെ കഥ, പഴയ കാലത്തെ കംസന്റെ കഥ. അവൾക്ക് നിന്നെ നേരിൽ കാണണമെന്ന് തോന്നിയ അപ്പ വരാം, നീ അടക്കമുള്ളവർ വിക്രത്തെ അടച്ചിട്ട് അതേ ജയിലിലേക്ക്. അങ്ങനെ ശങ്കരൻ പോകുമ്പോ ശ്രീകാന്ത് ആകെ ഭയത്തിൽ ഇങ്ങനെ നിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് വീട്ടിലെത്തിയിട്ടുണ്ട്, കൂടെ സാബു ഉണ്ട്. ശ്രീകാന്ത് ആകെ പ്രാന്തമായി പെരുമാറുമ്പോ സാബു പറയും, സാറേ എന്താ ഇതൊക്കെ. ശ്രീകാന്ത് പറയും, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സാബു, ഇതെല്ലാം അയാളുടെ പ്ലാനാ. ഇന്ന് അയാളത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവന്റെയും അവളുടെയും അവർ കുഞ്ഞിന്റെയും കൂടെ മുത്തശ്ശനായി ജീവിക്കണമെന്ന്. അതിനർത്ഥം ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ. സാബു പറയും, സാറേ നാളുകൾക്ക് ശേഷം ജയിക്കാൻ അവസരം കിട്ടിയ ഒരാളെ അത് ആഘോഷിക്കുകയാണെന്ന് കരുതിയാൽ മതി, അതല്ലാണ്ട് ഇതിന്റെ പിന്നിലൊന്നും യാതൊരു പ്ലാനും കാണില്ല. ഇപ്പൊ തന്നെ CCTV ക്യാമറ കിട്ടിയതുകൊണ്ടല്ലേ വിചാരണയിൽ വന്നത്. ശ്രീകാന്ത് പറയും, തോക്കിന്റെ കാര്യത്തിലും ക്യാമറയുടെ കാര്യത്തിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി, ഉറപ്പായും വിധി അവൻ അനുകൂലമായിരിക്കും. സാബു പറയും, ആയിക്കോട്ടെ, അവൻ പുറത്തിറങ്ങിയാലും നമ്മൾ ഇവിടൊക്കെ തന്നെയല്ലേ. അവൻ ഇറങ്ങിയാൽ ഉടനെ അജ്ഞാതവാസത്തിലായിരുന്ന വേദ പ്രത്യക്ഷപ്പെടുന്നു കരുതുന്നുണ്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളുടെ അച്ഛൻ വേദനയും കുഞ്ഞിനെയും ഒറ്റയ്ക്ക് ജീവിക്കാൻ വിടുമായിരുന്നോ. അവൻ പുറത്തിറങ്ങുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തോ. എന്റെ സാറേ ടെൻഷൻ കൊണ്ട് മണ്ടത്തരം ആലോചിക്കല്ലേ, സാർ ആലോചിക്കേണ്ടത് അവന്റെ കാര്യമാണ്. ശ്രീകാന്ത് പറയും, അതും ഞാൻ ആലോചിക്കുന്നുണ്ട്, നല്ല വെടുപ്പായിട്ട് തന്നെ ഞാനത് ചെയ്യും. അപ്പൊ സാബു പറയും, സാറേ നേരിട്ട് മുട്ടാൻ പോയി അബദ്ധം കാണിക്കരുത്. ശ്രീകാന്ത് വയ്ക്കും, എന്താ എനിക്കിത് പറ്റില്ലെന്നാണോ. അതല്ല സാറേ, നമ്മളായിട്ട് അവനൊന്നും ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്, അവനെ കൊണ്ട് ജയിക്കാൻ നോക്ക്. ആരെ തൊട്ടാലാണ് അവൻ വേദനിക്കുക, അവരെ തൊടണം, നമ്മളായിട്ട് നേരിട്ടല്ല. തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളായിട്ട് അവൻ പ്രതികരിക്കും, തിരിച്ചടിക്കും, അത് കേസാവും. അവനെതിരെ വീണ്ടും ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ബാക്കി നമുക്ക് നോക്കാം. അവനൊരു പ്രേരും ക്രിമിനലായിട്ട് ലൈവായി നിർത്താം. ഒടുവിൽ ഏതോ ഒരുത്തിന്റെ പിച്ചാത്തി തുമ്പിൽ എങ്ങനെയോ തീർന്നു പോകുന്ന ഒരു പാവം ക്രിമിനൽ. നീ കൊള്ളാലോ സാബു എന്ന് പറഞ്ഞ ശ്രീകാന്ത് പിടിച്ചു നിർത്തുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്